ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിഷ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. ഇത് ശരിക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നൊരു തിരുത മീനാണ്. തിരുത എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും, നമ്മൾ കണമ്പ് നല്ല കുറച്ച് നല്ലോണം തന്നെ വലുതായത്, ഏകദേശം ഒരു 2.5 കിലോ ഉള്ളൊരു മീനാണത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. എപ്പോഴും നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടാറില്ലല്ലോ. അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കറി ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയുടെ ഒരു ഹെൽപ്പറാണ്. പുള്ളിക്കാരി നല്ല കറികളൊക്കെ ഉണ്ടാക്കും. അത് മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല പരിഞ്ഞിലുണ്ട്, കണ്ടോ, മുട്ട ഒരുപാട് ഉണ്ടായിരുന്നിട്ടത്. അധികം വയറൊക്കെ അങ്ങനെ വീർത്തിരുന്നത് ഫുള്ള് പരിഞ്ഞിലായിരുന്നു. ഇതുപോലെ വലിയ പരിഞ്ഞിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനല്ലേ. അതൊക്കെ വല്ലപ്പോഴല്ലേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മീനുകൾ കറി ഉണ്ടാക്കുമ്പോൾ ശരിക്കും വറുത്തരച്ച് തന്നെ വെക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ തേങ്ങയായിരുന്നു. പിന്നെ അല്പം പെരിഞ്ചീരകവും ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഉള്ളി 2 കഷ്ണം, പെരിഞ്ചീരകം, വേപ്പില, തേങ്ങ എന്നിട്ട് ചട്ടിയിൽ വെച്ച് വറുക്കുക. വറുത്ത് പാകമായി വരുമ്പോൾ അധികം ചോക്കും വേണ്ട. ഇത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകില്ലേ, അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് തേങ്ങ വറുക്കുന്നതിലാണ് കറിയുടെയൊക്കെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കുള്ളൂ കേട്ടോ. ഈ കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പോൾ ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ കാണിച്ചെന്ന് മാത്രം. ഇപ്പോൾ തേങ്ങ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര സ്പീഡാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒന്ന് എടുത്തു വരുമ്പോഴത്തേനും പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഈ പൊടികളൊക്കെ ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ആ ഒരു ചൂടിലിരുന്ന് തന്നെ ഇതൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നോളൂ. ഇതൊന്ന് ചൂടാറി, അല്പം ചൂടാറി വരട്ടെ. ഇപ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പാകത്തിനാക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ അരപ്പ് എപ്പോഴും നല്ലോണം തന്നെ അരഞ്ഞ് കിട്ടണം, അപ്പോഴോ കറി ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. ഇതുപോലെയുള്ള മീനൊക്കെ ശരിക്കും ഈ കുടംപുളി ഇട്ട് വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുടംപുളി ഇട്ട് മീൻ കറി വെച്ചാൽ ശരിക്കും അത് തിളപ്പിച്ച് വെക്കണമെങ്കിൽ 2-3 ദിവസമൊക്കെ മീൻ കറി കേടാവാതിരിക്കും. ഈ ഒരു പാകത്തിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അധികം ലൂസും അല്ല, അധികം തിക്കും അല്ല. പിന്നെ നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ അരപ്പ് നല്ലോണം തിളച്ച് വെന്ത് അതിൻ്റെ കുത്തൊക്കെ പോയി ഒരുവിധം നന്നായിട്ട് തന്നെ വറ്റി വരുമ്പോഴോ മീൻ ഇട്ടാൽ മതി. അപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ചു വരുള്ളൂ. തിരുത പണ്ടൊക്കെ പുതിയ ആപ്പിളമാരും അതുപോലെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഇതുപോലത്തെ മീനൊക്കെ ഉണ്ടാക്കാറുള്ളത്. കറി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വറ്റി ഉപ്പും പുളിയൊക്കെ നല്ലോണം കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് മീൻ വേവിച്ചെടുക്കരുത്. ജസ്റ്റ് 5-6 മിനിറ്റ് ഒന്ന് കറിയിൽ ഈ മസാലയൊക്കെ കിടന്നൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോഴത്തേനും മീൻ വെന്ത് കിട്ടും. ഒരുപാട് സമയം വേവിച്ചാൽ പിന്നെ മീൻ പെട്ടെന്ന് പൊടിഞ്ഞും പോകും, അതിൻ്റെ ടേസ്റ്റും പോകും നമ്മൾ കഴിക്കുമ്പോൾ. കണ്ടോ, ഇപ്പം മീൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കറിയും അത്യാവശ്യം തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം, ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ നോക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ കയ്യിലിട്ട് ഒരുപാട് ഇളക്കരുത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ച ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഉലുവ കൂടെ ചേർക്കുക. അപ്പോൾ ഇതുപോലുള്ള മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് നല്ലതായിരിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ എണ്ണയിലൊന്ന് അല്പം മുളക് പൊടി ഇട്ട് മൂപ്പിച്ചു കൊടുക്കും. കണ്ടോ, ഇപ്പോൾ കറി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല എരിവും പുളിയുള്ളൊരു മീൻ കറിയോടെ റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ.
മീൻകറി എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.